ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എറണാകുളത്താണ്, നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ വന്ന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ച്. ലുലുവിൽക്കൊന്നും കടക്കാൻ പറ്റണില്ല, അത്ര തിരക്കാണ്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണല്ലോ. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി കളർഫുള്ളായിട്ടുള്ള ഇത് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡാണിത്, ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണ് താഴത്ത്. ഇനി ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഷോപ്പുകളും ഉണ്ട്. പോരാത്തതിന് നല്ലൊരു കോഫി ഷോപ്പുണ്ട്. ഞങ്ങളെപ്പോൾ വരുമ്പോഴും 2 വർഷത്തിലൊരിക്കൽ എറണാകുളം വരാറുണ്ട്. വരുമ്പോഴൊക്കെ എനിക്ക് ആദ്യം പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഈ ഒരു സ്ഥലത്താണ്. ഈ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു ചായ ആണെങ്കിൽ പോലും ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ചായ കുടിക്കാൻ എനിക്ക് എന്തെങ്കിലും കഴിച്ചിരുന്നാൽ മതി. നമുക്ക് ഇന്നത് കഴിക്കാന്നില്ല, ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എറണാകുളം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പോവാതെ തിരിച്ചു പോവുകയില്ല. പിന്നെ മക്കളൊരു ഐസ്ക്രീമാണ് വാങ്ങി കഴിച്ചത്, ഒരു ലൈമും. ഞാനുള്ള ചായയാണ് വാങ്ങിയത് കേട്ടോ. ഞങ്ങൾ 2 പേരും ചായ വാങ്ങി കുടിച്ച്, മക്കൾ ഐസ്ക്രീമാണ് ലൈമും കുടിച്ചത്. പക്ഷേ എന്നാലും ഞങ്ങളത് കുറേ നേരം ആസ്വദിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എണീറ്റ് പോരാനേ തോന്നില്ല. അവിടുന്ന് ഒരുപാട് നേരം ഇരിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 10 മണിയൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ബോട്ടിൽ കയറി അപ്പുറത്തെ സൈഡ് കടക്കാം. എനിക്ക് ബോട്ട് അത്ര വലിയ ഇഷ്ടമല്ല, ബോട്ട് യാത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു കാറിൽ തന്നെ പോയാൽ മതി പറഞ്ഞിട്ട് ഫോർട്ട് കൊച്ചി മൊത്തം ഇങ്ങനെ കറങ്ങാൻ കരുതി. നല്ല ഭംഗിയാണല്ലോ. നമ്മൾ എപ്പോഴും ക്രിസ്മസ് ന്യൂ ഇയർ വരുമ്പോൾ നമ്മളെ റോഡും വീടുകളും മാളുകളും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ട് എന്തൊരു ഭംഗിയാവൂലേ കാണാൻ. നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കും നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുപോകുമ്പോൾ അല്ലേ. അപ്പം ഈ മൊത്തം കറങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ ഫോർട്ട് കൊച്ചിയുടെ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സൈഡൊക്കെ വരുന്നത്. ഫോർട്ട് കൊച്ചി മൊത്തം അന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മൊത്തം കറങ്ങിയപ്പോൾ ആദർശയുടെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ടാണ് കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. എന്തായാലും ലുലു കാണാതെ പോകണ്ട, ലുലുവിലൊന്ന് കയറാതെ തിരിച്ച് പോകണ്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സമയമൊക്കെ ഒരുപാട് വൈകിട്ടും തിരക്കിന് ഒരു കുറവുമില്ല. 11 മണിയായി ഞങ്ങൾ ലുലുവിലേക്ക് കടക്കുമ്പോൾ. ഇപ്പോഴും പാർക്കിംഗ് കിട്ടാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പാർക്കിംഗ് കിട്ടിയിട്ടുള്ളൂ. അത്രയും തിരക്കുണ്ടായിരുന്നു. ഇപ്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ആളുകളുണ്ട്. അപ്പം ഇതൊക്കെ കാണാൻ ഇത് എൻ്റെ ഐഫോണൊന്നും അല്ലാത്തത് കൊണ്ടും ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോഴൊരു എന്ത് രസമാണ്, പോയവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. മേലൊക്കെ എന്ത് ഭംഗിയിലാണ് അലങ്കരിച്ചിട്ടുള്ളതെന്നറിയോ. പിന്നെ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കറങ്ങി. നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് നടക്കാനും നമുക്ക് ഒരുപാട് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. മറ്റേത് ഒരുപാട് ആളുകളായിട്ടേ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വാട്ടർ പോയിൻറ്റിൻ്റെ അവിടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കുറേ നേരം അത് ആസ്വദിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊതുവേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വില കൂടുതലാണല്ലോ എന്തിനും. അപ്പം നമുക്ക് അതങ്ങനെ തോന്നിയില്ല. മക്കൾ എന്തൊരു ജ്യൂസ് എന്തോറ്റോ വാങ്ങിയിട്ടുള്ളൂ കുടിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലായിടത്തും കറങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും കേട്ടോ. എനിക്ക് ഈ പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പല കളറിൽ ഇങ്ങനെ ഇരിക്കണത്. ഇതിപ്പോൾ ആകെ പരന്നിട്ടുണ്ട്. രാവിലെയൊക്കെ ആണെങ്കിൽ ഇതെന്ത് രസത്തിൽ വെച്ചിട്ടുണ്ടാവും അല്ലേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഞാൻ എനിക്ക് പോയി ആസ്വദിക്കണത് എന്താ വെച്ചാൽ ഈ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇരിക്കുന്ന ഭാഗത്ത് വന്നാലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കുറേ നേരം അങ്ങനെ കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ 1 മണിയായപ്പോൾ ഞങ്ങൾ പുറത്ത് ഇറങ്ങി. കാരണം ഞങ്ങൾ നാട്ടിലെത്തണമല്ലോ, തൃശ്ശൂർക്ക് എത്തണ്ടേ. കുട്ടികൾക്ക് കളിക്കാനും എല്ലാ പാർക്കിങ്ങൊക്കെ ഇപ്പോൾ തിരക്ക് ഒഴിഞ്ഞിട്ടാണ്. കാറൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്തണ്ടേ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വെക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നാടെത്താൻ നേരത്ത് 2 വെള്ളപ്പും ഒരു ബീഫ് കറിയും വാങ്ങി കഴിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.